ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? ഞാനും എമിവാവയും ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുക കേട്ടോ. ഞാൻ ബർത്ത്ഡേ പാർട്ടിക്കില്ലേ എമിയാവേ, നീ മന്തി എന്നോ നമുക്ക് എന്നാ കിട്ടുമായിരുന്നു? മന്തി വേണ്ട, വെറുംചോറ് മതിയോ? വെറുംചോറ് മറ്റിക്കറിയാ മന്തിയെ? മോന് മറ്റിക്കറി മതിയോല്ലോ. അപ്പോൾ റമീസ് മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്, നമ്മളെ അനിയൻ്റെ. അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ റമീസ് അവിടെ ഒരു വലിയ വിപുലമായിട്ടുള്ളൊരു ബർത്ത്ഡേ പാർട്ടിയാണ് അവിടെ നടത്തുന്നത്. ഏകദേശം ഒരു 200-250 ആളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മളെ 2-3 ജാതി കേക്കൊക്കെ ഓല ഓർഡർ ചെയ്തിരിക്കുന്നല്ല പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് എടുത്തോണ്ട് വലിയ വണ്ടിയിലല്ല കേക്കെല്ലാം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു കവറും എടുത്താൽ പോകുന്നത്. മീൽച്ച ഒരു വലിയൊരു കവർ നോക്കി എടുത്തോ, നാളെ ഒന്നും വെക്കണ്ട. അപ്പോൾ അങ്ങനെ കണക്കാക്കി ഒരു നമ്മൾ റേഷൻ പീടികയിലെല്ലാം കൊണ്ടുവന്നൊരു കവറുണ്ട്, അതെല്ലാം എടുത്താൽ പോകുന്നത്. അവിടെ നിന്ന് അത്യാവശ്യം എന്തെങ്കിലും കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഓനായിട്ട് നമ്മൾ വാങ്ങിയ ഗിഫ്റ്റുകൾ നമുക്കൊന്ന് കാണാം. നമ്മൾ ഹൈലൈറ്റ് നമ്മളിപ്പോൾ അവർ വാങ്ങിക്കില്ലേനോ. അപ്പോൾ അതായിരിക്കാണെന്ന് വെച്ചാൽ ഇവനിക്ക് റമീസിന് വേണ്ടി വാങ്ങിയതാണ്. ഇതൊന്ന് കാണിച്ചു തരാവാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റമീസിന് വാങ്ങിയ ഗിഫ്റ്റുകളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മളൊരു വലിയൊരു ബോക്സ് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോക്സിലാണ് നമ്മൾ ഇവന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ സെറ്റാക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഇതാ ഇത് ഇവള് പിന്നെ അവിടുന്ന് ഓൻ റമീസിനെ മറ്റും വാങ്ങിയിട്ട് പറഞ്ഞുതരാം. അടക്ക് ഓരോന്ന് വെക്കാൻ പറയും. ഇതാ ഇത് ബാംബിലോൻ്റെ മറ്റേ ഇത് ഇതിൻ്റെ 50% ഓഫ് എന്നുള്ള അങ്ങ് പറിച്ചാറട്ടെ. ഓൻ കാണണ്ടോ വിചാരിച്ചു ഓഫർ വാങ്ങിയതാണ്, പക്ഷെ പൈസ ഉണ്ടെന്ന് വിചാരിച്ചോട്ടെ. ഇതാ അങ്ങ് പറിക്കട്ടെ, വേണ്ട അതൊന്നും കേൾക്കൊന്നുമില്ല. ഓഫർ എന്നുള്ള അങ്ങ് പറിച്ചേക്ക്. അടുത്തതായിട്ട് നമ്മൾ വാങ്ങിയതാ സുറുക്ക. ഇതോന്ന് കൊടുക്കാനുള്ളല്ലോ സുറുക്ക. ഇവിടത്തേക്കില്ല, അടുത്തായിട്ട് ചെറുപയറും ഗ്രീൻ പീസും മമ്പയറും എല്ലാം ഉണ്ട്. അല്ല എന്തോ ഒരു പയർ. ഇതെന്താക്കണം? കടല. ഇതോന് കൊടുക്കണില്ല. ഇത് 3 ഇവിടേക്കാ. ഇനി ഓനാന്ന് പറഞ്ഞിട്ട് ഇനി എന്നോട് മായിപ്പിച്ചേ. പിന്നെ പിന്നെ ഒരു ആട്ടപ്പൊടി ഉണ്ട്, അത് റമീസിന് എന്തെങ്കിലും ചപ്പാത്തി ഒക്കെ ചുട്ട് തിന്നാൻ വേണ്ടിയിട്ട്. ഇത് വെക്കട്ടെ, അതും ഇരിക്കാ. എന്നാ പിന്നെ എല്ലാം കൂടി എല്ലാം വാങ്ങി ഇരിക്കാന്ന്. പിന്നെ നീലിപ്പം എന്തെന്നാ ഒരു ടൈഗർ ബിസ്ക്കറ്റ് ഉണ്ട്, അത് ഒക്കെ മാത്രമായപ്പോൾ അത് എനക്ക് വാങ്ങിയതാ. പിന്നെ ഒരു 10 റുപ്യൻ്റെ ചെറിയൊരു സൂപ്പും ഉണ്ട്, അതും എനക്കുള്ളതാ. ഇല്ല. പിന്നെ ഒരു മക്രൂണി കൂടി ഉണ്ടല്ലോ, അതോ എനിക്കില്ല. വാങ്ങിയത് മൊത്തം ഇവക്കാന്ന്. പിന്നെ ഓനിക്ക് ഇതാകെ ഒരു മക്രൂണി കൊണ്ടാ പോകുന്ന. ഇതുണ്ട് പിന്നെ ഓഫറിൽ ഒരു 4 വേഫറിന്റെ ബോക്സ്. ഇത് വെക്കട്ടെ, ഇതതിൽ വെക്കട്ടെ. എന്താ അതിന് ഇതൊക്കെ വെറുതെ എന്ത് തണുത്തോ? ഇവളെ സ്വഭാവം നോക്ക്. ഓനിക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ വാങ്ങിയിട്ടല്ല ഇനി എടുത്ത് കളിയാ. എനിക്കൊരു ഉളുപ്പുണ്ട്. എനിക്ക് ഓൻ തിന്നോ ഇല്ലയോ നീ തീരുമാനിക്കുന്ന. എന്തൊരു പെങ്ങളാ ഇത് പൊളിക്കുക. എനക്കോനറിയാം. നിങ്ങളിത് കാണണേ, ഞാൻ പൊളിക്കുന്നൊന്നല്ല. ഇവള് 4 ഓഫറുള്ള വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് 2 ഇവളെടുക്കുക. എല്ലാം അങ്ങനെ ആയാലും എന്നാ ചെയ്യാ? 2 പോരാ, 2 മതി. ഇത് എല്ലാം ഒരേ ഫ്ലേവർ, എല്ലാം ഒരേ തന്നെയാ. 2 എന്തായാലും ഫ്ലേവർ ഇപ്പൊ തിന്നോക്കിയാലേ തിരിയൂ. അടുത്തതായിട്ട് ഇത് എനിക്ക് വാങ്ങിയതാ ഒന്ന്, അതൊന്നും എനിക്ക് വാങ്ങിയല്ലേ. 2 വാങ്ങിക്കതാ. ഇത് നമ്മളിങ്ങനെ ട്വിസ്റ്റർ പോലത്തെ സാധനം ഉണ്ടല്ലോ, റൗണ്ട് ചോക്ലേറ്റ്. അത് പിന്നെ ഇതാ ഇത് പ്രിങ്കിൾസ് ഇട്ടോ. പ്രിങ്കിൾസിന്റെ ആളാ. ഒരു പ്രിങ്കിൾസ്. പിന്നെ ഇത് ഇതാ ഒരു 20 റുപ്യൻ്റെ ഒരു ക്യാൻ, ഒരു ഇങ്ങനെ സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം. ഇതെല്ലാം നല്ല പൈസ നോക്കണ്ട, സാധനം കിട്ടില്ല. 20 ഉള്ളെങ്കിലും. പിന്നെ ഇൻഡോമിയിൽ വെക്കട്ടെ. പിന്നെ ഇതാ ഒരു മാഗി. എന്തിനു നോക്കി എനിക്ക് കാണിച്ചു തന്നാലൊന്നും അതിലേക്ക് വെക്കുവാനാകുകയല്ല, അതുകൊണ്ടാ ഒരു മാഗി. പിന്നെ ഇതാ ഒരു ബൂസ്റ്റ്. ഓക്കെ, ബൂസ്റ്റ് ഒരു ബൂസ്റ്റ്. ഇത് പൊളിക്കുക. ഇവള് ഇത് എല്ലാം പൊളിച്ച് 2 ഇവളെടുക്കുക. ഇത് ന്യായമാണോ? നിങ്ങൾ പറയുക ചെയ്യുന്ന ഒരു മോശമല്ലേ? ഓനെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട്
ആ അത് ഇങ്ങനൊക്കെ കിട്ടുമ്പോ അല്ലേ ഭർത്താക്കന്മാരോട് തോനെ വാങ്ങി തരിക ആ ഓരോന്ന് പറയട്ടെ. 3 ഇൻഡോമി. ആരെ വാർത്താക്കാലം വേറെ എന്തെന്നാ ഉള്ളത്? വേറെ ഇതിൻ്റെ അകത്തേക്ക് ഇനി ഒന്നും ഇല്ല. ഈ ലേശം എന്തെങ്കിലും വേറെ വെക്കണോ? കവറ ഇതാ തക്കാളിയൊക്കെ നിറച്ചു. ആ അയ്യ ചെറുപയറാറ്റം വെക്കണോ? വേണ്ടേ, ഉമ്മാക്കൊരു ഉപകാരമായിക്കോ. ഉമ്മാന്റെ ബർത്ത്ഡേ കൊണ്ടുകൊടുക്ക. ഉമ്മാന്റെ ചെറുപയർ അവിടെ ഇപ്പം വലിയ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ അല്ലേ? ചോറ് തീരുവാനായി ഉണ്ടാവോ എന്നുള്ള പേടിയില്ല. നീ കവറൊന്ന് വലിയ നോക്കി എടുത്താട്ടോ. ഞാനത് അവിടെ കൊണ്ടുവച്ചിക്കോ പാത്രം കൊണ്ടുവച്ചിക്കോ. അപ്പോ എന്റെ ആരാ യായോ ഓന് ഏതാ വേണ്ടിയേ? ഏത് വേണ്ടിയേ? എനിക്കല്ല, ഇത് ഇക്കാക്ക് വാങ്ങിയതാ. മോനെന്നെടുത്തോ. ഓ അപ്പൊ നിങ്ങള് പുറത്തിറങ്ങിക്കോ. നിങ്ങള് കടയൊക്കെ ആ സെലോട്ട് ഇതെവിടെ? കത്രിക. അടുത്തതായിട്ട് ഒരു ക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഞാൻ കുറച്ച് ഷോപ്പിൽ വർക്ക് ചെയ്തോണ്ട് ഇതൊക്കെ പഠിച്ച്. അതെ, പഠിച്ചോണ്ട് കാര്യം. പണ്ട് ഷോപ്പിൽ വർക്ക് ചെയ്തോണ്ട് പിന്നെ ഗിഫ്റ്റ് പാക്കിംഗ് ഒക്കെ പഠിച്ച്. അതുകൊണ്ട് ഇല്ല എന്താക്കുക ഇനിയിപ്പോ വേറെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടല്ലോ. എന്റെ എന്നെ ഉന്റിന് എന്നെ അച്ഛനെ എന്തിനാ ഓനാ പെട്ടിയാ കിട്ടണ്ടി സാധനല്ല വാങ്ങിക്കൊടുക്ക. അതങ്ങനെ എങ്ങനെയല്ലോ ഇതാക്കി കിട്ടോ. പണ്ട് ചെന്നൈയിൽ പണിക്ക് വന്നോണ്ട് പഠിച്ചു. പക്ഷെ എൻ്റെ പെർഫെക്ഷൻ അങ്ങ് ആയിക്കില്ല. ഞാൻ ഭയങ്കര ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നൊരു, എൻ്റെ ഗിഫ്റ്റ് പാക്കിങ്ങിന് വേണ്ടി ദൂരത്തൊന്നല്ല ആൾക്കാർ വരുവേനു. തമിഴ് മറണ്ണ കൊണ്ടുവച്ചോ പാക്ക് പണി കൊടുങ്കയെന്ന് പറഞ്ഞിട്ട്. അതല്ല ഒരു കാലം. ഇത് എന്ത് അത് കാണണോ? അതും പാക്ക് ചെയ്യാ. അത് പാക്ക് ചെയ്യണ്ട. അത് ബോക്സ് ഇങ്ങനെ തന്നെ കൊടുക്കാനാ? എന്നാ ഇതിങ്ങനെയാ? ഇതോ ബോക്സ് വേണ്ട, ഇങ്ങനെ കൊടുക്കാനാ? കവറോടെ ബോക്സ് അല്ലേ? ബോക്സ് അങ്ങ് ഒഴിവാക്കണോ? ഓരോട് അടിയുണ്ടാക്കി വാങ്ങിയ ബോക്സാ. അവിടെയുള്ള പെണ്ണുങ്ങൾ പറഞ്ഞിരിക്കും ഇത് ഞങ്ങൾക്ക് ബിറ്റിക്കിൻ്റെ ചായയും കടിയും വാങ്ങാനുള്ള പൈസ കിട്ടുന്നു. എന്തെല്ലോ പറഞ്ഞ് വാങ്ങിയതാ. എന്നാൽ ഇതിലങ്ങ് പൊതിഞ്ഞാൽ മതി. ഇതാ ഗിഫ്റ്റ് പാക്കിലേ പൊതിയണോന്ന് അങ്ങനെ നിയത്തൊന്നും ഇല്ല. പക്ഷേ അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതൊരു നിയമമൊന്നുമല്ല. പക്ഷേ ഒരു എന്തായാലും ഗിഫ്റ്റ് പാക്ക് ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ചേച്ചീൻ്റെ ശാപമായിരിക്കും. അവർക്ക് എന്തോ ഒരു വിഷമമുണ്ട് ഇതിനകത്ത് തരുമ്പോൾ. കിട്ടി കവർ. എനിക്കതിന് ബോക്സ് ഇനി 2 ബാക്കിയുണ്ടടാ. പൊതിയുന്നതിനിപ്പോൾ എന്താ ഗിഫ്റ്റ് കിട്ടും. ഓക്കെ ഇത് നോക്കട്ടെ. ഇതാ അങ്ങനെ അത് സൂപ്പറായിക്ക്. അപ്പൊ ഞാൻ ഗിഫ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. നമുക്ക് ഇനി അവിടെ പോയിട്ട് ബാക്കി കാണാം. ഞാൻ വേണേ ഒരു ഫോട്ടോ എടുത്ത അങ്ങനെ അല്ല പിന്നെ ഇങ്ങോട്ടൊരു കവർ എടുക്കാൻ വേണ്ടി ഇനി വലിയൊരു പാത്രം തന്നെ എടുത്തിക്കല്ലോ. തിരക്കാടില്ല എന്തായാലും. മീസ ഇങ്ങെന്താ ഉണങ്ങിയ ഷർട്ട് മേൻ്റെ ഇങ്ങനെ നിൽക്കുന്നേ? 10-250 ആളെല്ലാം ഉണ്ടാവും എന്നല്ല വിചാരിച്ച് വന്നല്ലേ ആളിവിടെ. ഇതെന്നാ കേക്ക് അവിടെ? ഇവിടെ ഒരു ബർത്ത്ഡേ ഇല്ല. കർമൂസ കറിയും ചോറും തോന്നുന്നു ഇവിടെ ഉള്ള. പിന്നോ കർമൂസയും മത്തി വെച്ചുണ്ടോ? ആവേ പിന്നെ എടാ എനിക്ക് എത്രയായി? വയസ്സ് എത്രയായി? 16. മാഷാഅല്ലാ. കേക്ക് പോലും ഇല്ല ഒരു കഷ്ണം അല്ലേ? എന്നാ കേക്ക് വാങ്ങിക്കൂടേനോ? ഇവളൊരു പാത്രമായിട്ടാ വന്ന ഇവിടെ. കവറൊന്നുമല്ല, പാത്രം എടുത്ത് കൊണ്ടുപോയി. എന്തായാലും ആയിക്കോട്ടെ.
എന്നാ വാ നമുക്ക് അവന് ഗിഫ്റ്റ് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. എന്താ എന്ത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഗിഫ്റ്റ് ഒന്നല്ല, അതായത് ഓൾ ഓഫർ നോക്കിയിട്ട് കുറച്ച് സാധനം വാങ്ങിക്ക്. അതിൽ നല്ലത് നോക്കി കുറച്ച് ഓൾ എടുക്കുകയും ചെയ്തിക്ക്. ബാക്കി ഓഫർ നോക്കി വാങ്ങി. ഇപ്പൊ 2 3 ഓൻ അത്ര കാലം വേണ്ടേ, വെറുതെ വേസ്റ്റ് ആയി പോകുന്ന അതിന് 2 ഒന്ന് എനിക്ക് അങ്ങനൊക്കെ ഉള്ളു. എന്തായാലും എടുക്കുക. ഞാൻ ഗിഫ്റ്റ് നോക്കിന്നെ ഇതാ, ഇത് രമീസ് കാക്കാക്ക് എടുത്തോ, അവന് എടുത്തോ, എടുക്കുന്നുണ്ട് എടുത്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു പാടിക്കോ എമിയാവേ, ഹാപ്പി ബർത്ത്ഡേ പറ. ആ കൊക്കാൻ വേണ്ടിയേ ഒരുക്ക്. തന്നെ താനേന്ന് പറ, തന്ന ഞാള് വാങ്ങൂലെന്ന് പറ അല്ലേ. പിന്നെ എന്താ ഒരു മാങ്ങല് പോലെ അല്ലേ ഉമ്മാന്റെ ഒരു സ്വഭാവം. അൺബോക്സ് എല്ലാം ഞാൻ ഇവിടുന്ന് പോയിട്ട് ചെയ്താ മതി. അതെ, എനിക്ക് തന്നെയാ ദോഷം ചെയ്യുക. അതിൽ ഓരോന്ന് പിന്നെയും നഷ്ടാവും. ഇവളതിന് കണക്കാക്കി വന്നയാ. ഇതാ എന്റെ അതിന്റെ എനിക്ക് ഗിഫ്റ്റ് കൊത്ത സാധനം തിരിച്ചു വാങ്ങരുത്. ഇതെന്റെ പരിപാടിയാ, ഉമ്മി പഠിപ്പിച്ച തന്നെ ഇതൊക്കെ. അടുത്തതായിട്ട് മറ്റൊരു ഗിഫ്റ്റ് രമേശിന്. ഓ ഇത് ലേശം വെയിറ്റ് ഉള്ളതാ. ഇതാ എനിക്കിപ്പോ അത്യാവശ്യം താടി വളരാനൊക്കെ ഉള്ളതായത്. എന്താ ചെറിയ ഇഞ്ഞല്ല ഞാനാ ഇഞ്ഞ് പിടിച്ചൊന്ന്. ഓക്കെ, സൂക്ഷിച്ച് തുറക്കണേ, ചിലപ്പോ എന്തെങ്കിലും പൊട്ടി മേത്ത് ഇങ്ങനെ കുത്തുമല്ലേ, മുളക് പൊടിയോ പലതും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതിന് കണക്കാക്കി തുറന്നാ മതി. ആ മാസ്ക് എല്ലാം ഇട്ട് കണക്കാക്കി തുറന്നാ മതി. ചെയ്യുന്ന അന്നു ആക്കണ്ടേ, നമുക്ക് ചോറ് എന്ന് കഴിഞ്ഞിട്ട് തുറക്കാം. ഇല്ലേ നമുക്ക് എന്റെ കുക്കുരുയോ ഓക്കെ. എന്നാ പിന്നെ അത് കഴിഞ്ഞ് എന്നാ ഇറങ്ങിക്കോളെ, എനിക്ക് ശേഷം എഡിറ്റ് ചെയ്യാനുണ്ട്. പുറത്തുണ്ട് ഇരുന്നോ, അങ്ങനെ ഓടുന്ന ആടെ ഇവിടെ ഇരുന്നോ. ആ ജമീൽ ഷാ അങ്ങോട്ടോ ഇങ്ങോട്ടാണോ പോണ്ടേ തിരിയാണ്ട് തിരിഞ്ഞ് കളിക്ക. പിന്നെ മിന്നുവിന് മുഖം ഇപ്പൊ തെളിഞ്ഞാണ്, നല്ല കറമൂസൊക്കെ ഇത്രയും ഐറ്റംസ് ഒക്കെ. എമിവാവേ റമീസേടെ എന്തെല്ലാം സാധനങ്ങളാ. ഒരു 250 ആളെയും പ്രതീക്ഷ വന്നേന് ഞാളിവിടെ ബർത്ത്ഡേ ആഘോഷത്തിന്. എന്താ കാടയോ, നാടൻ കോയില്ല, കോയിന്റെ കോയി തന്നെ വാങ്ങിക്കില്ല. ഇപ്പൊ ഫുള്ള് ആഘോഷാണ് കേട്ടോ. എമീല അങ്ങ് ഇന്നോട് എന്ത് നോക്കി വെക്കുന്ന, ആദ്യമായിട്ട് മന്തി കണ്ട